എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 310 ചോദിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടൊക്കെ ആണെങ്കിൽ ചെറിയൊരു മാറ്റം നമ്മൾ എന്തെങ്കിലും വരുത്തി കൊടുക്കും. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 4,65,000 രൂപ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് 2,10,000 രൂപയാണ്. 2,10,000 അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 1-1.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ ഉണ്ട്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് ഉണ്ട്. 20-22 അടുത്ത് മൈലേജ് ഉണ്ടാവും. ഇത് നമുക്കൊരു 4,70,000 രൂപ 4 ലക്ഷം വരെ ലോണും കയറി 10 രൂപ നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ നല്ല ബഡ്ജറ്റ് കാറുകൾ, അതായത് 7 സീറ്റേഴ്സും ചെറു വാഹനങ്ങളൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് റിയൽ ചോയ്സ്. സോ നമുക്ക് ഇന്ന് അത്യാവശ്യം 70-70ഓളം വാഹനങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ട്. സോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾ ഏത് റേഞ്ചിലുള്ള ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നോളി. നമുക്ക് ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇയോണൊക്കെ നോക്കി നിങ്ങൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. സ്വിഫ്റ്റുകളാവട്ടെ, റിഡ്സുകൾ, i20, അങ്ങനെ ഏത് വാഹനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 4-5 വാഹനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ചോയ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. സോ ഒക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് കൊണ്ടുപോകാം. ഒന്ന് നമ്മൾ എത്തിയിട്ടുള്ള റിയൽ ചോയ്സിലാണ്. കൂടെ ഉള്ള അർഷാക്കയാണ്. അർഷാക്ക, എങ്ങനെയാണ് നമ്മളെ ഷോറൂമൊക്കെ എങ്ങനെ എത്തിച്ചേരാം? ഇത് നേരെ മുണ്ടറോമ്പ് ബൈപ്പാസിന് കാവുങ്ങൽ ബൈപ്പാസിന്റെ രണ്ടിന്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഇത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ്. ഓക്കെ, അതായത് മലപ്പുറം പാലക്കാട്, അതായത് പുതിയ ഹൈവേ നമ്മളെ ബൈപ്പാസ് റോഡാണ് വരുന്നത് കാവുങ്ങലിൽ. സോ നമുക്ക് ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്പർ ജസ്റ്റ് സേവ് ചെയ്യാം. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ പക്ഷേ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം അല്ലേ? ആളുകൾ വരട്ടെ, മാക്സിമം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയുന്ന റേറ്റ് ഒന്നും ഫൈനൽ റേറ്റ് അല്ലല്ലോ, നമുക്ക് വരുത്തി കൊടുക്കാം. പിന്നെ ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ അതിന് നമുക്കൊരു ബഡ്ജറ്റ് ഇന്നോവയിൽ നിന്ന് തുടങ്ങാം അല്ലേ? നല്ലൊരു അടിപൊളി ഇന്നോവ ഉണ്ട്. ടൈപ്പ് 4 ആണ് വരുന്നത്. 2010 മോഡലാണ്. 2010 മോഡലാണ്. D4 ആണ്. നിലവിൽ കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു എഞ്ചിന് മെക്കാനിക്കലൊക്കെ? നല്ല എഞ്ചിനാണ്. പിന്നെ നമുക്ക് റീവണ്ടി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കിലോമീറ്റർ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. എഞ്ചിന്റെ പെർഫോമൻസ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, LCD സ്ക്രീന്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. G4 ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 4,65,000 രൂപ നമുക്ക് കൊടുക്കാം. 4,60,000. അതായത് ഒരു വാഗണറിന്റെ പ്രൈസിന് നമുക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് പ്രൈസ് ആണ്. എഞ്ചിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നല്ലൊരു വണ്ടിയാണ്. നമുക്ക് അതും ചെറിയൊരു പ്രൈസിന് അടുത്തവണ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ട എത്തിയോസ് ലീവ. അത് പ്ലാറ്റിനം ടൈപ്പ് ആണ്. ഇത് VD ആണ്. അത് നല്ല കിഡ്ല അലോയി കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡലാണ്. 2015 മോഡൽ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മീറ്റർ കാണുന്ന 1.5 നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, പക്ഷെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഫിറ്റ് അല്ല. അലവിലാണ്. 4 ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളും നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടില്. ഓക്കെ, വോളിയം കൺട്രോൾ കാര്യങ്ങൾ അത് നമുക്ക് ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ അങ്ങനെ തന്നെ, കമ്പനി അങ്ങനെ തന്നെ വരുന്നത്. അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എത്ര നമ്മള് ഇതിന് ചോദിക്കും? ഇത് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 15 നമ്പറായ വണ്ടി. ഓക്കെ, 15 നമ്പർ 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം. ഏകദേശം നമുക്ക് ലോൺ എത്ര? 15 GD-ന്റെ വിലയും തന്നെ കേട്ടോ. അതിൽ സ്റ്റിയറിംഗ് വോളിയം കൺട്രോളും കാര്യങ്ങളും എക്സ്ട്രാ ഏറെ വരുന്നുണ്ടോ. ഓക്കെ, ഇതിന് നമുക്ക് റേറ്റ് എങ്ങനെ വരുന്നത്? 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഇതൊരു 3.5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 75-ന് 1.5 ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത ബഡ്ജറ്റ് റേഞ്ചിൽ റിഡ്സ് നോക്കുന്നവർക്ക് ഡീസൽ വണ്ടി പെട്രോൾ ആണ് അല്ലേ? നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാം. ഇത് 2ാമത്തെ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. VXi ആണ് വരുന്നത്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ZXi എല്ലാം അതിന്റെ താഴെ മിഡിൽ ഓപ്ഷൻ. AC ഫസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അതൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്കൊരു അലോയ്സിന്റെ കമ്പനി ഉണ്ട്. ബാക്കി എല്ലാം നമുക്ക് കമ്പനി നല്ല നീറ്റാണ്. ഓടിക്കാനും നല്ല സ്മൂത്ത് വണ്ടി. സർവീസും ഉണ്ടാവില്ല. അതായത് നമുക്ക് മെക്കാനിക്കൽ ഒരു പണിയും വരില്ല. ഡീസൽ വണ്ടിന്റെ മാരില്ല, ഒന്നും വരില്ല. അതങ്ങനെ ഓടിച്ചു കൊണ്ടെടുക്കാം. അതായത് ഒരു ബൈക്ക് കൊണ്ടെടുക്കുന്ന പോലെ നമുക്ക് സർവീസ് ചെയ്ത് കൊണ്ടെടുക്കുകയും ചെയ്യാം. അത്യാവശ്യം മൈലേജും കിട്ടും. കംപ്ലൈന്റ് ഒന്നും വരാത്തൊരു വാഹനം. ഇത് എങ്ങനെയാണ് നമ്മള്? ഇത് നമുക്ക് 2,10,000 രൂപയാണ്. 2,10,000 അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത്
ഒരു 1-1.5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്നുള്ള അഭിപ്രായമുണ്ട്. 1.25 വരെ കൺഫേം ആയിട്ടുള്ളൂ. എന്തായാലും ചെയ്തു 1.5 വരെയൊക്കെ നല്ല ട്രാക്കിന് പോകും. ആ ട്രാക്കിന് ഒരു 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു ഡീസൽ വണ്ടി, അതിന്റെ വൈറ്റ് അല്ലേ? ഇത് ഒറിജിനൽ കേരള. അത് ഒറിജിനൽ അല്ല, അതും ഇത് രണ്ടും ഒറിജിനൽ കേരള തന്നെയാണ്. ഇത് നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങളാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 ന്യൂ മോഡലിൽ വരുന്ന വണ്ടിയാണ്. 2012 ന്യൂ മോഡൽ വരുന്ന വണ്ടി. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഡിസംബർ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഈ ന്യൂ മോഡൽ വരുന്നത് 12. ഓക്കെ, അന്നാണ് ഒരു ഫേസ് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വരെ ലാസ്റ്റ് വരെ ഈ ഒരു മോഡലിലാണ് പിന്നെ റിറ്റ്സ് വന്നിട്ടുള്ളൂ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് 1.25 ഇതിൽ വന്നിട്ടുള്ളത്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ മേജർ സർവീസ് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറി, എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് മൂന്നാമത്തെ ഓൺഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 2.70 കൊടുക്കാം. 2.70. ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് ഉണ്ട്. 20-22 അടുത്ത് മൈലേജ് ഉണ്ടാവും. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ? ഡൗൺ പേയ്മെന്റ് ഇതൊരു 2 ലക്ഷം വരെ 2 ലക്ഷം രൂപ വരെ 10-70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുക്കാം. അടുത്തൊരു കിള്ളം വാഹനമാണ് i20 എലൈറ്റ് i20. അതെ, അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഫീച്ചേഴ്സ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. ഡീസൽ അല്ല, പെട്രോൾ ആണ്. പണിയും വരില്ല, ഒന്നും വരില്ല. അപ്പൊ നമുക്ക് നല്ല കിടുവായിട്ട് പോകാം. ഒരു 16 ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം. നല്ല ഫീച്ചേഴ്സും ഉണ്ടാവും, നല്ല സ്പേഷ്യസും ആണ്. സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് ഇനി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾസ്, ഓട്ടോ AC, ഹാൻഡ് റെസ്റ്റ്, ഇലക്ട്രിക്കൽ എഡ്ജും മിറേഴ്സ്, അങ്ങനെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. റിയറിൽ AC വെന്റ്, റൂഫൊക്കെ നോക്കി നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ല? അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? ഇത് 2016 മോഡൽ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണർ അല്ല? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.25 സർവീസ് ഒക്കെ പക്കയാണ്. പിന്നെ പെട്രോൾ 80 സംതിങ് അങ്ങനെ എന്തൊക്കെയാണ്. 80 സംതിങ് നല്ല മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന വണ്ടി. എത്ര നമ്മൾ കർഷക ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,70,000 രൂപ. 4 ലക്ഷം വരെ ലോണും കയറി. 10 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ടാവും, നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ല? അടുത്ത വീണ്ടും നമുക്കൊരു ഇനോവ അല്ല? ഇത് കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അല്ല, കിട്ടില്ല അലോയി, ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മോഡലാണ്. 14 മോഡൽ G4. അതേപോലെ തന്നെ നമുക്ക് നല്ല കിടലം സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സൈഡ് LCD സ്ക്രീന് കാര്യങ്ങൾ, എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 9 രൂപ ചോദിക്കേണ്ട, ചെറിയൊരു എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. G4 അല്ലേ? ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ? ഒരു 5-5.5 ലക്ഷം രൂപ വരെ നമുക്ക് 6 ലക്ഷത്തിന് ഉള്ളിലായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാം. അപ്പൊ നല്ല ട്രാക്കിന് ചെറിയ ഡൗൺ പേയ്മെന്റില് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവ ഉണ്ടാവും. രണ്ടാമത്തെ ഓൺഷിപ്പ് ആയിട്ടുള്ളൂ. അതും കിടില അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതും എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. അടുത്ത ഡീസൽ സ്വിഫ്റ്റ് അല്ല? അതായത് മൈലേജും ഡെയിലി യൂസിനൊക്കെ നമ്മൾ വണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. പിന്നെ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മൈലേജ് ആണെങ്കിൽ ഒരു 18-20 ഒക്കെ മൈലേജും പ്രതീക്ഷിക്കും. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യം? ഇത് 2011 15 ന്യൂ മോഡലിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, ലാസ്റ്റിക്കാണ് ന്യൂ മോഡൽ ഇറങ്ങുന്നത്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3.10 ചോദിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടൊക്കെ ആണെങ്കിൽ ചെറിയൊരു മാറ്റം നമ്മൾ എന്തെങ്കിലും വരുത്തി കൊടുക്കും. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാം? ഇത് ഡൗൺ പേയ്മെന്റ് ഒരു 2 ലക്ഷം വരെ ലോൺ കയറും. 2 ലക്ഷം വരെ കയറാൻ ചാൻസ് ഉണ്ട്. ഒരു 1.5 സംതിങ് സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം. മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുന്ന നല്ലൊരു ഫാമിലി കാർ അല്ല? അടുത്താണ് ഒരു വലിയ കിടുക്കാച്ചി വണ്ടി അല്ല? അതായത് ഇത് ഹൈബ്രിഡും അല്ലായിരുന്നു? ഹൈബ്രിഡ്, അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കും ആണ്. സോ നല്ല മൈലേജ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇനി ലേഡീസിന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കമ്പനി അലോയ്സ്, യോക്കോമന്റെ ടയറ് കാര്യങ്ങൾ അത് നല്ല ക്വാളിറ്റി, റിയറിൽ AC വെന്റ്, റിയറിൽ ചാർജിങ് പോയിന്റ്, നല്ല മെക്കാനിക് വണ്ടി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ മിറേഴ്സ്, ഫോട്ടോ പവർ വിൻഡോ, ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, LCD സ്ക്രീന്, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2017 കിലോമീറ്റർ വന്നിട്ട് ആകെ 50,000-60,000 കിലോമീറ്റർ. കറക്റ്റ് നോക്കണമെന്ന് നോക്കി തരാം. ചെറിയ കിലോമീറ്റർ പിന്നെ ഇതൊക്കെ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. വണ്ടിയാണ്, സൂപ്പർ ക്വാളിറ്റി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,70,000 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റം വെച്ച് കൊടുക്കാം. ഏകദേശം എത്ര ലോണൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഒരു 6 രൂപ അടുത്ത് ലോണും കയറുന്നുണ്ട്. ലോണും കയറും.